നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. വരുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താണ്? ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 6 ഓഫ് കപ്പിന്റെ എനർജിയാണ്. 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അത് ജോലിയാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളാകാം. ഓക്കെ, അത് നിങ്ങൾക്കൊരു വലിയ പെയിൻ തന്ന് നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒന്നായിരിക്കാം, നിങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത്? 9 ഓഫ് വാണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചില കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമോ അല്ലാതെയോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയി. ചില വ്യക്തികൾക്ക് അത് സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും പണമോ ഭൂമിയോ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രഹണം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അപ്പം ആരാണോ ഈ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നത് അവർ തിരിച്ചു വരും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കും എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്താണ് മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നത്? ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി, ഒരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് പ്രപഞ്ച നിയമമാണ്. നിങ്ങൾ ഒരുപാട് വേദനിച്ചു കരഞ്ഞു പോയിരുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ നീങ്ങും. അത് പ്രപഞ്ച നിയമമാണ്. അത് വേറെ പുറമെ നിന്നുള്ള ഒരു കാര്യങ്ങളുമല്ല. യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ആ ഒരു കാര്യം. നമുക്കൊരു എക്സാമ്പിൾ പറയാം. മരം തന്നെ എടുക്കാം. മരത്തിന്റെ എല്ലാ ഇലകളും കൊഴിഞ്ഞ് അത് ഉണങ്ങി അത് ശൂന്യമായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിന്റെ ഒരു ഘട്ടം അതിന്റെ ഒരു ഘട്ടമാണത്. ഓക്കെ, ആരാലും വെറുക്കപ്പെട്ടു, കിളികളൊന്നും അതിന്റെ മുകളിൽ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ പഴം പെറുക്കാനൊന്നും ആരും വരുന്നില്ല, എല്ലാവരും ആ മരത്തെ ഒറ്റപ്പെടുത്തി മാറി നിൽക്കുന്നു. അതിന് തണല് പോലും ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരും അതിൽ നിന്നെല്ലാം മാറി പോകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണങ്ങിയ മരം പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വേരാകുന്ന ആത്മവിശ്വാസം, നിങ്ങളുടെ ഉള്ളില് ഒരു വിശ്വാസമുണ്ട്, എനിക്ക് അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം, ആ വിശ്വാസമുള്ള വ്യക്തിക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനും പൂക്കുവാനും തളിർക്കുവാനും സാധിക്കുമെന്നത് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഇത് നിങ്ങളുടെ അവസരം കൂടി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുകയാണ്. ഓക്കെ, ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു വിത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹത്തെ നിങ്ങൾ നേടിയെടുക്കണം. ഇതൊരു വിത്താണ്. ആ വിത്തിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസ് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു അവസരം കൂടി നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് അതിനെ തിരിച്ചു നേടിയെടുക്കുന്നതിന്. ഇപ്പൊ ആ ഒരു കാര്യം തന്നെ എന്റെ ലൈഫിൽ വന്നെങ്കിലേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സന്തോഷം, സമാധാനം, സ്നേഹം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രപഞ്ചം ഒരു അവസരം കൂടി നൽകുകയാണ്. ഓക്കെ, സോഡിന്റെ എനർജി. ഓക്കെ, 7 ഓഫ് കപ്പിന്റെ എനർജിയാണ് കാണിക്കുന്നത്. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിച്ചതായി കാണുന്നു, അല്ലെങ്കിൽ വേദന ലഭിച്ചതായി കാണുന്നുണ്ടോ? ഓക്കെ, മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് വേദന അനുഭവപ്പെട്ടതായി കാണുന്നുണ്ട്. നിങ്ങൾ ചില ഇലൂഷനിലായിരുന്നു, എല്ലാവരും എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടമായപ്പോൾ തകർന്നു പോയ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ അതിന്റെ ഇരട്ടി സന്തോഷം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. 7 കപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഇലൂഷനിലായിരുന്നു. ഇതൊരു ക്ലൗഡിന്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടുള്ള കപ്പുകളാണ്. ഏത് നിമിഷവും അത് മാഞ്ഞു പോകാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ചുറ്റും കാണും, നിങ്ങൾ സ്നേഹിച്ചതും സഹായിച്ചതും ഒപ്പം നടന്നവരെല്ലാം നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും. ഓക്കെ, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞവരെല്ലാം പിന്നീട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട്, ഇവിടെ 3 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, വളരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വ്യക്തികളെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഏത് സാഹചര്യമാണെങ്കിലും, ഇപ്പൊ വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ ആഗ്രഹിച്ചതും മോഹിച്ചതും എല്ലാം ഒരു ഇലൂഷൻ മാത്രമായിരുന്നു. എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുവെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വീണ്ടെടുത്ത് നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ സംഭവിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക. ഓക്കെ, സംഭവിച്ചത് സംഭവിച്ചു, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഇനി എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, എന്നെ കൊണ്ട് അടുത്ത നിമിഷം എന്താണ് സാധിക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഇരുട്ട് മാത്രമായിരിക്കാം, കൂരിട്ടായിരിക്കാം, ഒന്നും തെളിഞ്ഞു കാണുന്നില്ലായിരിക്കാം, ഒരു വഴികളും ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ മുന്നിലുള്ള ഒരൊറ്റ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാകും. എന്തായാലും മുന്നിൽ അവിടെ ഒരു സ്റ്റെപ്പ് വെക്കാൻ സാധിക്കും. അവിടെ ഒരു കുഴിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി ഒരു സ്റ്റെപ്പ് മാത്രം മുന്നോട്ട് വെക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങളെടുത്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ആത്മവിശ്വാസമാണത്. ആ സ്റ്റെപ്പ് വെക്കാത്തിടത്തോളം കാലം നമ്മൾ ഇരുട്ടിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് തന്നെ വന്നിരുന്നാലും ഞാൻ മുന്നോട്ട് പോകും, എന്റെ ജീവിതത്തെ ഒരു ഇരുട്ടിൽ നിർത്തിയേക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരിക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള തടസ്സങ്ങൾ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്താണ് എന്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള തടസ്സങ്ങൾ? ഓക്കെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നീതി ലഭിക്കുന്നില്ല എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വല്ലാണ്ട് ബുദ്ധിമുട്ടിലോട്ട് പോകുന്നു. ആൻസൈറ്റി, ഡിപ്രഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ, ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തികളുണ്ട്, അവർ ഭയപ്പെടുന്നുണ്ട്. ചില മൈൻഡ് ഗെയിം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി. ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാതെ ചില ഇലൂഷനിൽ തന്നെ ആയിപ്പോയിരിക്കുന്നു. അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാത്ത വണ്ണം ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളാണ്. ഓക്കെ, ഇവിടെ മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തിക സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരിക്കലും നമുക്ക് ആ ഒരു സ്റ്റക്നെസ് നമുക്ക് അവർ കൂടാത്തരം ചെയ്തത് കൊണ്ടോ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നുമല്ല നമുക്ക് സ്റ്റക്നെസ് ഉണ്ടാകുന്നത്. നമ്മളെ വേദനിപ്പിക്കുവാനും നമ്മളെ തടഞ്ഞു നിർത്തുവാനും മറ്റൊരാൾക്കും സാധിക്കില്ല. നമ്മളുടെ എനർജി തടഞ്ഞു നിർത്താൻ സാധിക്കുന്നത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ, അത് നമ്മൾക്ക് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, കണ്ണ് കെട്ടിയിരിക്കുന്നു, കൈ ബന്ധിച്ചിരിക്കുന്നു, ചുറ്റും വാളുകളാൽ നിൽക്കുന്നു. ഈ വ്യക്തി ആരും ബന്ധിച്ചിരിക്കുന്നതല്ല, സ്വയമായിട്ട് ആ ബന്ധനത്തിലേക്ക് ആയി നിൽക്കുകയാണ്. അവർക്ക് അതിൽ നിന്നും പുറത്തു വരാം, പക്ഷെ അവർ അതിന് ശ്രമിക്കുന്നില്ല. ഇതും അതുപോലെ തന്നെയാണ്, ചിന്തകളിലേക്ക് മനഃപൂർവ്വമായി വീണ് കിടക്കുകയാണ്. എനിക്ക് ആ വ്യക്തിയുടെ ചിന്തകളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എനിക്ക് ചില കാര്യങ്ങൾ അത് നേടാതെ എനിക്കിനി മുന്നോട്ടൊരു ജീവിതമില്ല, അവസാനിച്ചു. ആ സ്വപ്നങ്ങളെല്ലാം കൊണ്ടുവന്ന് ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചില പോയിന്റുകളിലേക്ക് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായി പുറത്തു വരാമെങ്കിലും നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എന്നാണ് പ്രപഞ്ചം പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചില സ്റ്റക്നെസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. വഴിമുട്ടി പോയിരിക്കുന്നു, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിന്നു പോകുന്ന അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും നിങ്ങളുടെ മുന്നിലെ എന്നേക്കുമായിട്ടുള്ള അടഞ്ഞു പോയിട്ടുള്ള ഒരു അധ്യായമല്ല. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പോകണമെന്ന് അറിയാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷേ നമുക്ക് ബോധ്യമുണ്ട്, അടുത്ത എനിക്കൊരു ഒറ്റ സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുമെന്ന്. ആ സ്റ്റെപ്പ് എപ്പോഴാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ആ സമയം മുതൽ നിങ്ങളുടെ ഈ ഒരു തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും. ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ധൈര്യത്തോടു കൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ബാക്കി യൂണിവേഴ്സ് തന്നെ നിങ്ങളെ നയിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സണ്ണിന്റെ എനർജിയാണ് വരുന്നത്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളും മാറി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ആദ്യം എന്ത് വേണം? നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം. അത് പുറത്തു വരണമെങ്കിൽ പുറമേ നിന്ന് ആരും വിചാരിച്ചാൽ നടക്കില്ല, നിങ്ങൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, നമ്മളുടെ തലച്ചോറിനെ നമ്മൾ തന്നെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടി ട്രൈ ചെയ്യുക. ആദ്യം ഒരിക്കൽ പരാജയപ്പെട്ടു പോകും, പിന്നെയും ട്രൈ ചെയ്യുക, പരാജയപ്പെട്ടു പോകും, എങ്കിലും നിങ്ങൾ തളരരുത്. ഒരു കുഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്ര പ്രാവശ്യം നിലത്ത് വീഴുന്നു, അത് പരാജയം സമ്മതിച്ച് അത് പിന്മാറി ഞാൻ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് മാറുന്നില്ല. പക്ഷെ അതിനെ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാൻ പ്രപഞ്ചം കൊടുക്കുന്ന അവസരങ്ങളാണ്. അതിന്റെ ശരീരം എത്ര തന്നെ നൊന്തിരുന്നാലും അല്ലെങ്കിൽ അത് കരഞ്ഞിരുന്നാലും അത് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കി തന്നെ പഠിക്കാം. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യത്തിൽ നമ്മൾ വീണു പോയിട്ടുണ്ടോ, അത് നമ്മളുടെ അവസാനമല്ല, നമ്മളുടെ തകർച്ചയല്ല, അത് വീണ്ടും എഴുന്നേൽക്കാൻ, കരുത്തോടു കൂടി എഴുന്നേൽക്കാനുള്ള പ്രചോദനം മാത്രമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ തടസ്സങ്ങളിൽ നിന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഹാപ്പി. നമുക്ക് ഇല്ലാത്ത കാര്യത്തെ ഉള്ളതുപോലെ നമുക്ക് വിളിച്ചു വരുത്താം. എങ്ങനെയാണ്?
ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്, എന്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും, എന്റെ ലക്ഷ്യം എന്റെ സന്തോഷമാണ്, എനിക്ക് കിട്ടുന്ന ഒരു രൂപ പോലും അനാവശ്യമായിട്ടുള്ളതല്ല, എന്റെ കുടുംബത്തിനെയും എനിക്ക് ചുറ്റുമുള്ളവർക്കുമുള്ള സന്തോഷത്തിന് വേണ്ടി നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ളവരും നമ്മൾ കാണുന്നവരും ഒക്കെ സന്തോഷിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്നതിൽ ഇപ്പൊ 100 രൂപ കിട്ടുന്നതെങ്കിൽ അതിൽ 1 രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് അവരുടെ സന്തോഷം ഇരുത്തി ഇന്നോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അവർക്ക് ഒരു മുട്ടായിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ യൂണിവേഴ്സ് നിങ്ങളോട് കടപ്പെട്ടിരിക്കും. കിണറ്റില് വെള്ളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇടിച്ചു മുക്കി നമ്മൾ അതിൽ എത്രത്തോളം കോരുന്നോ അത്രത്തോളം അതിലേക്ക് വെള്ളം ഊറി വരുമെന്നാണ് പറയുന്നത്. അപ്പം അതുപോലെയാണ് നമ്മളുടെ കയ്യിൽ നിൽക്കുന്നതായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും, അത് നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നോ അത്രത്തോളം നമ്മളിലേക്ക് അത് ഊറി വരും. അക്ഷയപാത്രം പോലെയാണ് നമ്മൾക്ക് പ്രപഞ്ചം ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, പലപ്പോഴും നിരാശയിൽ അയ്യോ എനിക്കിതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കാതെ, ഓക്കെ, നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അയ്യോ ഞാൻ ഇത്രയും ജോലി ചെയ്തല്ലോ എന്നിട്ടും എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇത്രയാണ് കിട്ടുന്നത്, എന്തോ ഒരു ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളതിനോട് എപ്പോഴും നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ശരിയായിരിക്കാം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടും അവിടെ നിന്ന് നമുക്ക് പണം കിട്ടിയില്ല എങ്കിൽ അവിടെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു തന്റെ ഇടം നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തിരുന്ന് അയ്യോ അങ്ങനെ എന്തൊരു നാശം പിടിച്ച ജോലിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ഇതാണ് കിട്ടിയത്, ഇത്ര രൂപയാണ് എന്നും പറഞ്ഞ് കിട്ടിയ കാര്യത്തിന് നമ്മൾ പരാതി പറഞ്ഞും വിഷമിച്ചും ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളത് കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പൊ എന്താണോ നമുക്ക് ചുറ്റുമുള്ളത്, എന്താണോ ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് അതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുക. ഓക്കെ, ഇരിക്കുക. കാരണം എപ്പോഴാണ് പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നമ്മുടെ കൂടെ ഉള്ളത് എന്താണോ അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, തടസ്സത്തെ എങ്ങനെ പരിഹരിക്കാം? നിലവിലുള്ള തടസ്സത്തെ എങ്ങനെ പരിഹരിക്കാം? ഓക്കെ, ആവശ്യമില്ലാത്തതായിട്ടുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ് അത് ഉപേക്ഷിക്കുക, അഡിക്ഷനുകൾ നിങ്ങൾ ഉപേക്ഷിക്കുക. ഓക്കെ, ചിലപ്പോൾ ചില വ്യക്തികൾ നമുക്ക് അഡിക്ഷൻ ആയിരിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ചില പ്രവർത്തനങ്ങൾ നമുക്ക് അഡിക്ഷൻ ആയിരിക്കാം. ടാറോ കാർഡ് റീഡിങ് കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ നിരന്തരം ഇത് മാറി ഇതിന്നും അത് നോക്കാം, ഇത് നോക്കാം, മറ്റൊന്ന് നോക്കാം എന്നിങ്ങനെ നിരന്തരമായിട്ട് ഒരു കാര്യം നമ്മളെ അതിനെ വിട്ടുകളയാൻ സാധിക്കാതെ നമ്മൾ അതിനെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അഡിക്ഷനാണ്. അഡിക്ഷനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിന് നമ്മൾ സ്റ്റോപ്പ് ഇടുക. സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ആത്മവിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഈ തടസ്സത്തിൽ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് നമുക്ക് നേരിടാൻ സാധിക്കുന്നത്. നിങ്ങളെ തേടി എത്തുന്നതായിട്ടുള്ള വ്യക്തി ആരാണ്? പ്രപഞ്ചം നിങ്ങളിലേക്ക് അയക്കുന്ന വ്യക്തി ആരാണ്? പ്ലീസ് കെഡ്മി മദീനോസ്. ആരാണ് ആ വ്യക്തി? ഓക്കെ, 4 ഓഫ് സോഡിന്റെ എനർജി, കിങ് ഓഫ് സോഡിന്റെ എനർജി, 3 ഓഫ് സോഡിന്റെ എനർജി. ഓക്കെ, ഇവിടെ പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അപ്പം സോഡാണ് ഇവിടെ മൊത്തവും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, ഒരുപക്ഷെ അവരുടെ വാക്കുകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ അവരുടെ വാക്കിന് ചെവി കൊടുത്ത് കാണില്ല, നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു പുരുഷ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷന്റെ എനർജി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീ ആണെങ്കിലും പുരുഷന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ ആണെങ്കിലും വളരെ ധൈര്യത്തോടു കൂടി ഏത് കാര്യത്തെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും തളർന്ന് ഒരു രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ആക്സിഡന്റ് പോലെയുള്ള കാര്യങ്ങളിലോ ഒക്കെ ആള് വീണിട്ടുള്ള ആളായിരിക്കാം. ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അവരുടെ വാക്കുകൾ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായി കാണുന്നത് എന്താണോ ഫ്യൂച്ചർ? നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മയുടെ ഫലമാണ് നമ്മളുടെ ഫ്യൂച്ചർ. ഓക്കെ, എങ്കിലും നമുക്ക് ശക്തമായിട്ടുള്ള അഫർമേഷനോട് കൂടി നമ്മളുടെ ഫ്യൂച്ചറിനെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. പ്ലീസ്, പാസ്റ്റിലും പ്രസന്റിലും നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ മുൻനിർത്തിയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വരുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ കൊയ്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ നിലവിലെ എനർജിയെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നന്നാക്കി വെക്കുക, എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നല്ലൊരു ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. ത്രീ ഓഫ് വാണ്ടിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഗുരുവിന്റെ എനർജിയാണ്. ഒരു
ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. നിങ്ങളൊരു നേതാവായി മാറുന്നതായി കാണുന്നു. നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ പ്രവൃത്തികൾക്കും മറ്റുള്ളവർ കാത്തു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വരുന്നു. സാമ്പത്തിക നിലയിലാണെങ്കിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു ഉണർവ് വരുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്കോ മറ്റോ നിങ്ങളെ കുറ്റം വിധിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെല്ലാം നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ ചെയ്തു എന്ന് ആരോപിച്ച് നിങ്ങളെ പലപ്പോഴും മാറ്റി നിർത്തിയിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിയമ നടപടികളോ മറ്റോ കാര്യങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്റെ വ്യൂസ് എന്ത് ഗൈഡൻസ് ആണ് ഫേസ് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നതായിട്ടുള്ള ഒരു കാർഡ് എടുത്തോളൂ. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് ആണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പതുക്കെ എടുത്താൽ മതി. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കൂടി നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? പേജ് ഓഫ് പെന്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അത്രത്തോളം ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മയുടെ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനം, സന്തോഷം കടന്നു വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ തേർഡ് ഐ ചക്രയും ഹാർട്ട് ചക്രയും ബാലൻസിംഗിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തമാക്കുകയും ചെയ്യുക. അപ്പം പലരും കമന്റിലൂടെ പറഞ്ഞിരുന്നു, മാനിഫെസ്റ്റേഷൻ അറിയാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അമിതമായി ചില കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എഫേർട്ട് ഇടുകയും ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു വീട് നിങ്ങൾക്ക് വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതിന് തയ്യാറായി നിൽക്കുകയാണ്, പൈസയൊന്നും ആയിട്ടില്ല, പക്ഷെ എനിക്ക് വീട് വെക്കണം എന്ന് ചിന്തിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? പുതിയ വീട് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കും, ഇത് സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, അവരുടെ സിറ്റ് ഔട്ട് എങ്ങനെയുണ്ട്? എന്റെ വീട് വെക്കുമ്പോഴും അങ്ങനത്തത് മതി. ഓക്കെ, അവിടെ കാർ പോർച്ച് ഇങ്ങനെ മതി, അങ്ങനെ മതി. അപ്പൊ നമ്മുടെ മനസ്സിൽ മുഴുവനും കിടന്ന് കറങ്ങുന്നത് എന്താണ്? ഒരു പുതിയ വീടിന്റെ എനർജിയാണ് കിടന്ന് കറങ്ങുന്നത്. അപ്പൊ പ്രപഞ്ചം എന്ത് ചെയ്യും? നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു ഭൂഗുരുത്താകർഷണം പോലെയാണ്. നമ്മളെല്ലാവരും ഭൂമിയുടെ ഒരേ മാതൃകകളാണ് എന്ന് പറഞ്ഞ് ഉരുണ്ടിരിക്കുന്നു എന്നല്ല, ഭൂമിയുടെ ആ ആകർഷണ ബലം പോലെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ളത്. അപ്പൊ നമ്മൾ മനസ്സിൽ എന്താണോ ആകർഷിക്കുന്നത് അത് നമ്മളിലേക്ക് നമുക്ക് വലിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആകർഷിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. കണ്ണുനീര്, വേദന, കടഭാരം, നാളെ കടം എങ്ങനെ തീർക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആകർഷിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ആ ആകർഷണം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, അവർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ, അതെങ്ങനെ കൊടുക്കും നാളെ, ഇതാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആൾക്കാർക്ക് പണം കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യത്തെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഭൂമി എന്താണോ അതിന്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നത്, അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത്, അതുപോലെ നിങ്ങൾ കടവും സാമ്പത്തിക ബാധ്യതകളും ഒക്കെയാണ് ആകർഷിക്കുന്നത്. പല പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ട, എന്റെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഈ കൊടുത്തു തീർത്താൽ മതി. പക്ഷെ കൊടുത്തു തീർത്തിരുന്നാലും നിങ്ങൾ വീണ്ടും ശൂന്യമാണ്. ഓക്കെ, ആഗ്രഹങ്ങളോ കാര്യങ്ങളോ നമുക്ക് അഫർമേഷനോ ഇല്ല എങ്കിൽ നമ്മൾ ശൂന്യമാണ്. ശൂന്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് വീണ്ടും ജീവിത ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും സാമ്പത്തികം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ദൈവമേ എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് ഇതങ്ങ് നടന്നു കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊരു എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കാനുള്ള വഴി യൂണിവേഴ്സ് നമ്മളിലേക്ക് ആകർഷിക്കുള്ളൂ. ഓക്കെ, ഇപ്പം ഒരു സ്വർണ്ണമാല വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യതകളൊന്നുമില്ല, പൈസയൊന്നും കയ്യിലില്ല, പക്ഷെ അവർക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. അവരെന്നും നോക്കും, ഒരു ഏകദേശം 1 മാസം 2 മാസമൊക്കെ അടുപ്പിച്ച് അവർ നോക്കുകയാണ് ഇന്നത്തെ സ്വർണ്ണവില എത്രയാണ്, ഓക്കെ, ഏത് ഡിസൈൻ ആയിരിക്കും നല്ലത്, 1 പവൻ വാങ്ങുന്നോ 2 പവൻ വാങ്ങണോ, ഏതാണ് നല്ലത്? അപ്പൊ ഡിസൈഡ് ചെയ്യുകയാണ്, എനിക്ക് 1 പവൻ മതി, ഓക്കെ, എനിക്ക് ഈ മോഡലുള്ള മാല മതി. അവരുടെ മനസ്സിൽ എന്നും ഈ സ്വർണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, എവിടെയെങ്കിലും പടം കണ്ടിരുന്നാലും ആ മാല കൊള്ളാലും, അവരിട്ടിരിക്കുന്ന മാല കണ്ടില്ലേ? അപ്പം ആ ഒരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഈ വ്യക്തിയിലേക്ക് പ്രപഞ്ചം വഴി ഒരുക്കും.
ആ ഒരു കാര്യം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കിയിരിക്കും. 100% അനുഭവങ്ങളിലൂടെയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള അഫർമേഷൻ ഉണ്ടായിരിക്കണം. അഫർമേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ തേർഡ് ചക്രയും ഹാർട്ട് ചക്രയും ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട. മൗനമായിട്ട് നിശബ്ദമായിട്ട് നിങ്ങളുടെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഒരു സെക്കൻഡ് എങ്കിലും നിങ്ങൾ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് മാത്രം, ഒരു പ്രകാശത്തിലേക്കോ ഒരു ബിന്ദുവിലേക്കോ മാത്രം നിങ്ങളുടെ മനസ്സിനെ സൈലന്റ് ആയിട്ട് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് അവിടെ ഇടപെടാൻ സാധിക്കും. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. പക്ഷെ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നതായിട്ടുള്ള ഒരു കുരങ്ങനെ പോലെയാണ്. നമ്മുടെ മനസ്സ് ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. ഓക്കെ, അപ്പം അടക്കി ഇരുത്താൻ കഴിയുന്നവർക്ക് ഈ സ്വന്തമാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ സമയചക്രത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലം നിങ്ങൾക്ക് ഗുഡ് ലക്ക് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സെൽഫ് ലവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വയം സന്തോഷിക്കുക. നമ്മൾ സ്വയം സന്തോഷിക്കാതെയും സ്വയം സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്കും ചുറ്റിനും ആരും തന്നെ സ്നേഹിക്കുവാനോ സന്തോഷിക്കുവാനോ കാണില്ല. ഓക്കെ, ഞാൻ എന്നെക്കാഴിയും എൻ്റെ ഭർത്താവിനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എന്നെക്കാഴി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നവരെല്ലാം ഒറ്റപ്പെട്ടു പോകും. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നമ്മളെക്കാഴിയും കൂടുതൽ വാല്യൂവും അതുപോലെ പൂർണ്ണ എനർജിയും ഒക്കെ നമ്മുടെ പങ്കാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചുറ്റും എല്ലാവരും ഉണ്ടാകും, എല്ലാവരും ആകർഷിക്കപ്പെടും. പക്ഷെ നമ്മളുടെ ചുറ്റും ആരും കാണില്ല. കാരണം നമ്മൾ സെൽഫ് ലവ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഊർജ്ജം മുഴുവനും നമ്മുടെ പങ്കാളിക്ക് കൊടുക്കുന്നത് കാരണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് കാരണം അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുകയും അവർ നമ്മളെ ഒന്നുമല്ലാത്തവരായിട്ട് നമ്മളെ തള്ളിക്കളയുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ നിറയണം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ നിറയ്ക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നത്. ഇനി ജീവിതത്തിൽ മുന്നോട്ടുള്ള സമയം എന്ന് പറയുന്നത് സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, നിങ്ങൾ സ്വയം സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളുടെ സന്തോഷത്തെ സ്വയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ നോളജിനെ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ നോളജിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായിരിക്കും എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഏസ് ഓഫ് പെന്റിക്കിൾ ആണ്. പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ ഒരു വിത്ത് നൽകുകയാണ്. ഓക്കെ, എന്തിന്റെ വിത്താണ്? നോളജിന്റെ വിത്താണ് നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു നോളജ് ഉണ്ട്. ഓക്കെ, എല്ലാ വ്യക്തികളുടെ ഉള്ളിലും അറിവുകളുണ്ട്. ആ അറിവാണ് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉയർത്തുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴി നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തിരിച്ചറിയുക. ബുധന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ബുദ്ധിയെ തിരിച്ചറിയുക. എന്താണോ നിങ്ങളിൽ ഉള്ളത്, ഓക്കെ, പ്രപഞ്ചം ഇവിടെ അതാണ് പറയുന്നത്. നിങ്ങളിൽ എന്താണോ ഉള്ളത് അതാണ് ഇവിടെ വർദ്ധിച്ചു വരുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾ ആണ്. സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിത്താണ് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിൽ തന്നെ കിട്ടുന്ന ആ ഇൻഡ്യൂഷനിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ വഴികളും പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളം കൈയിലാണ് നൽകിയിരിക്കുന്നത്. 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം ചെയ്തത് ഇല്ലാത്ത ഒരു കാര്യത്തെ സൃഷ്ടിച്ചുകൊണ്ടല്ല. അവിടെ എന്താണോ ഉള്ളത്, ആ ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഉള്ള കാര്യത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രപഞ്ചം തന്നതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഉണ്ട്, ഒരു അറിവുണ്ട്. ആ അറിവിനെ നമ്മളെടുത്ത് ഉയർത്തി അതിനെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിന്റെ താക്കോല് നമ്മളുടെ കയ്യിൽ തന്നെയാണുള്ളത്. പലപ്പോഴും നമ്മൾ അത് അന്വേഷിച്ച് പലയിടങ്ങളിലും നമ്മൾ പോകാറുണ്ട്. നമുക്കാണ് പ്രശ്നങ്ങളെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളും പ്രപഞ്ചം നമ്മളിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ശരീരത്തിന് ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിനും പ്രപഞ്ചം നമ്മുടെ ശരീരത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ടായോ ആ മുറിവ് ഉണക്കാനുള്ള കാര്യവും പ്രപഞ്ചം നമ്മുടെ ശരീരത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പം പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കുള്ള പോംവഴിയും പരിഹാരങ്ങളും പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. അതിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ ഈ എനർജി സഹായിക്കും. ഈ എനർജി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രപഞ്ചമായിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടി പ്രപഞ്ചം പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ന്യൂമറോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ ന്യൂമറോളജി ചെക്ക് ചെയ്യുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും പഠിക്കുന്നതിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു, ഗോഡ് ബ്ലസ് യു.